ഓക്കെ, ഇതാണ് വിത്ത്. അപ്പോൾ അത് നമുക്കൊന്ന് വിത്തെടുക്കുന്ന കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങോട്ടാണെങ്കിൽ ഒന്നിക്ക് ചൂടിൻ്റെ കഷ്ണം എന്നിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ആക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫുൾ വലുതായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പല കഷ്ണം ഏകദേശം ഒരു 2 ഇഞ്ച് ലെവലിലുള്ള സാധനമാണത്. നമുക്ക് ഏകദേശം ഒരു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലാർക്കും സ്ട്രോബെറി സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കിപ്പോൾ ആർക്കും ആണെങ്കിൽ സ്ട്രോബെറി വീട്ടിൽ കൃഷി ചെയ്യാം. അപ്പോൾ അത് എന്തെല്ലാം ചെയ്യേണ്ടിയെന്ന്, എന്തെല്ലാം കൊടുക്കേണ്ടിയെന്ന്, എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് എന്നും പറയാനുള്ള ആദ്യമായിട്ട് തന്നെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങോട്ട് പോകാം. ഇതിപ്പം കണ്ടല്ലോ, ഏകദേശം 9 മാസം കൊണ്ട് തന്നെ പൂവിട്ടിട്ട് സ്ട്രോബെറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫുൾ വലുതായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കൊല്ലത്തിൽ ഏകദേശം ഒരു കൊല്ലത്തിൽ ഒരിക്കലാണ് പൂവിട്ടിട്ട് നമുക്ക് ഫുള്ള് സ്ട്രോബെറി കിട്ടാം. നിങ്ങൾ എത്ര വെക്കുന്നോ അതിനണക്കായിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടും. അതുപോലെ നമ്മളിപ്പോൾ ബോക്സിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലത്തും നടാം. അപ്പോൾ ഇത് നടന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിനിപ്പോൾ പറയാൻ വെച്ചാൽ ഇതിൻ്റെ അത്ര പ്രത്യേകത വെച്ചാൽ കാണിച്ചാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒറ്റൊരു തയ്യാണ് നമ്മൾ വെച്ചത്. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു പ്ലേസിൽ ഒന്ന് വെച്ചാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 4 മാസമായി കഴിഞ്ഞാൽ ഇതിങ്ങനെ വള്ളി വന്നിട്ട് അടുത്തത് വരും. അങ്ങനെ വന്ന് ഇത് ഫുള്ളായിട്ട് ഫില്ലാവും. അതതിൻ്റെ പ്രത്യേകത. നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും. അതുപോലെ വേറെ സ്ഥലത്തോ നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടോ അതിനൊക്കെ വെക്കാം. അപ്പോൾ അതുപോലെ ഇത് വന്നില്ലേ, നമ്മളിപ്പോൾ ഇത് ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഇത് ഇവിടെയെല്ലാം ഇങ്ങനെ ഇതിനുള്ളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വള്ളി വരും. ഏകദേശം വള്ളി വന്നിട്ട് ഫുള്ള് ഇവിടെ എല്ലാം ഇങ്ങനെ ആയ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങനെയാണ് ഇതെല്ലാം അങ്ങനെ ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർഡനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തൈ വേണമെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്ത് എടുക്കണമെന്നുണ്ട്. ആ രീതി ഞാൻ കാണിച്ചു. ഇതിൻ്റെ വിത്ത് എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയും എടുത്ത് നടേണ്ട രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങളോട് കാണിച്ചാൽ ഈ സ്ട്രോബെറിയിൽ നിന്ന് എങ്ങനെ ഇതിൻ്റെ വിത്ത് എടുത്ത് നടേണ്ട രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും തൈ കിട്ടുമെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈ വാങ്ങിയിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ഗാർഡൻ വാങ്ങി വെക്കുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ രീതിയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഇതെങ്ങനെ മണ്ണ് സെറ്റാക്കുന്നത്, എത്ര ഇതിലാണ് ഇടേണ്ടതെന്നല്ലോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അതിന് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു മരക്കഷ്ണോ അല്ലെങ്കിൽ പല കഷ്ണോ ഏകദേശം ഒരു 2 ഇഞ്ച് ലെവലിലുള്ള സാധനമാണത്. നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ചിന് മേലിൽ മണ്ണ് വേണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഈ സ്ഥലത്ത് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും അത്ര ചെയ്യാം. നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ടോ അതിനൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇട്ടതിന് വെച്ചാൽ 1, 2, 3 വെച്ചാൽ മതി. ഫുള്ള് ഏകദേശം ഒരു 4 മാസം ആകുമ്പോൾക്ക് വള്ളി വരാൻ തുടങ്ങും. വള്ളി വരാൻ തുടങ്ങിയാൽ ഇവിടെ പടപടാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണം മണ്ണെല്ലാം അങ്ങോട്ട് നീക്കി കൊണ്ടുപോകാം. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏകദേശം ഒരു കൊല്ലാനാകുമ്പോൾ പൂ കിട്ടുന്നതിന് ആ സമയത്ത് മരം പറിക്കാൻ പറ്റില്ല. പിന്നെ സ്ട്രോബെറി വന്നിട്ട് നമ്മൾ പറിച്ചതിന് ശേഷം വീണ്ടും തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം വെച്ചാൽ ഇത് കാണിച്ചു തരാം. ഇതേപോലെ സെറ്റാക്കിയിട്ട് നമ്മൾ പിന്നെ വേണ്ട വെച്ചാൽ സാധാ മണ്ണ്. ഓക്കെ, മണ്ണും ചകിരിപ്പൊടി നമുക്കിന് വേണ്ടത്. ഓക്കെ, അതായത് ചകിരിൻ്റെ പൊടിയില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഇത്ര മതിയാ. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ആക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചിന്തിക്കണ്ട, തനി ആളായിക്കോളും. എന്നിട്ട് നല്ലോണം വെള്ളം ചേർക്കുക. പിന്നെ ഏകദേശം ഒരു നമ്മ എല്ലാ സാധാരണ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇടയിൽ എല്ലാവരും ഒഴിച്ചു കൊടുക്കുമ്പോൾ തനിയെ അങ്ങ് ആയിക്കോളും. ഇതുപോലെ മണ്ണ് നല്ലോണം കുഴച്ചെടുക്കാൻ. ഓക്കെ, നല്ലോണം കുഴച്ചെടുക്കാൻ ഇതേപോലെ. എന്നിട്ട് നോക്കാം ഇതേപോലെ ഇടാൻ.
അതാ ഏകദേശം നമുക്കൊരു അറേഞ്ച് ലെവൽ കിട്ടണം. ഈ വിരലിൻ്റെ ഈ ചെറിയ വിരലിൻ്റെ ഇത് കണ്ട ആ ലെവലിൽ കിട്ടണം. മണ്ണ് കുറവാണ്. ഇതാ ഈ ലെവലിൽ ഇങ്ങനെ ഇതാ നല്ല അടിപൊളിയായി മിക്സ് ആക്കിയിട്ട് ഇതാ ഏകദേശം നമ്മൾ കൂട്ടിയ മണി ഏകദേശം തീർന്ന് ബാക്കി നമ്മൾ പിന്നെ സെറ്റ് ആയിക്കോളും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ ആക്കി എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്ട്രോബറിൻ്റെ ഒരു തൈ പറിച്ചിട്ട് ഇതേപോലെ 1 2 3 ഓൾമോസ്റ്റ് 4 വെക്കാം. ഏകദേശം ഒരു 3 അടിയും ലെവലിൽ ഏകദേശം നിങ്ങൾക്ക് 4 വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല കണ്ടിന്യൂ ആയിട്ട് ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ആ പൂവിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ അതിലായ ഒരു സ്ട്രോബറി പറിച്ചിട്ട് അതിന് വിത്ത് എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പൂവിട്ടിട്ട് ഇത് വന്നതിന് ശേഷം നമ്മൾ ഈ തൈ പറിക്കാൻ പറ്റില്ല. ഇത് ഫുള്ള് ആയതിനു ശേഷം നമുക്ക് പിന്നെ പറിക്കാം. അപ്പോൾ തൽക്കാലം ഈ ഒരു സ്ട്രോബെറിൻ്റെ കാണിച്ചാൽ ഈ കാണുന്നതാണ് മൊത്തം വിത്ത്. ഓക്കെ, ഇതാണ് വിത്ത്. അപ്പോൾ അത് നമുക്കൊന്ന് വിത്ത് എടുക്കുന്ന കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങോട്ടാണെങ്കിൽ ഒന്നിക്ക് ചൂടിൻ്റെ കഷ്ണം ഇല്ലെങ്കിൽ ചകിരിൻ്റെ ഇതേപോലെ എന്തെങ്കിലും എടുത്താൽ മതി. ചൂടി ഉണ്ടെങ്കിൽ ടോപ്പാണ്. എന്നിട്ട് ഇതേപോലെ കാണിച്ചാൽ വെള്ളത്തിൽ മുക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഉരക്കാൻ ഉണ്ടോ. ഉരക്കുമ്പോൾ ഇത് ഇതാ ഇതിൻ്റെ വിത്തല്ല ഈ കണ്ട ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കായി. ഓക്കെ, ഇതിങ്ങനെ വിത്ത് ഈ കാണുന്നല്ല കേട്ടോ, വിത്ത് കാണുന്നില്ലേ. ചൂടിയുണ്ടെങ്കിൽ ചൂടിയിലാക്കുക, അല്ലെങ്കിൽ ചേരിൻ്റെ ഈ നാരെടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് കണ്ടല്ലോ ഇതുപോലെ മൊത്തം എടുക്കാൻ. ഓക്കെ, ശരിക്കും നോക്കിക്കോ ഇതുപോലെ ബാ. ഇത് നമുക്കിനി അപ്പുറം വെക്കുന്ന എങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വിത്തിയിൽ സെറ്റാക്കി എടുത്തിട്ട് നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇടാം. ഞാൻ പറഞ്ഞില്ലേ 1/2 ഇഞ്ചിന് ഏകദേശം 3/4 ഇഞ്ചിന് മേലും മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതുപോലെ തോണ്ടാൻ. ഓക്കെ, ശരി കാണിച്ചാൽ ഈ ലെവലിൽ എടുക്കാൻ. എന്നിട്ട് ലെവലെടുത്തിട്ട് ഈ മണ്ണ് ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതാ ഈ സാധനം ഇങ്ങനെ വെക്കാൻ. ഓക്കെ, നമ്മളെ വിത്തെടുത്ത സാധനം വെക്കാൻ. എന്നിട്ട് ഇതങ്ങ് മൂടാൻ. ഓക്കെ, ഇതങ്ങ് മൂടി വേണമെങ്കിൽ അതിന് ചില്ലറ ദിവസം കൊണ്ട് തന്നെ ഇത് മൊത്തം മുളച്ച് വരും. മുളച്ച് വന്നതിന് നിങ്ങൾക്ക് എന്താക്കുക ഓരോന്ന് പറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഓരോന്ന് പറിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മരം അവിടെ കിട്ടുമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തൈ അവിടെ കിട്ടുമെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഗാർഡനിൽ നിന്ന് വാങ്ങുമെങ്കിലോ അങ്ങനെയാണെങ്കിലും ഇതാക്കിയാൽ മതി. അപ്പോൾ ഈ ചില്ലറ സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് വെച്ചാൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ വെക്കാം. അപ്പോൾ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് സ്ട്രോബെറി എങ്ങനെ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ചല്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നും പറയാനുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താ വെച്ചാൽ അതിനെ പറ്റി അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എത്തിക്കുക. അപ്പോൾ എന്നും പറയാനുള്ളത് പോലെ എല്ലാവിധ